നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്, നമ്മളിൽ പലരും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, തെറ്റായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് സന്ധ്യാസമയത്ത് ചെയ്യാൻ പാടില്ലാത്തത്, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചെയ്യാൻ പാടില്ലാത്തത്. അപ്പം അങ്ങനെ പറയുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തത്, എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് പറയണത്, അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാരണങ്ങളും ഒപ്പം ആത്മീയമായ അല്ലെങ്കിൽ ദൈവികപരമായിട്ടുള്ള കാരണങ്ങളും. അപ്പോൾ പിന്നെ പാടില്ല എന്ന് പറയുമ്പോൾ എന്ത് കാര്യമാണ് ആ സമയത്ത് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചും കൂടെ പറയണമല്ലോ. അപ്പോൾ അതേ പറ്റിയിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. കാരണം പണ്ട് കാലത്തൊക്കെ വീടുകളിലൊക്കെ മുത്തശ്ശിമാർ പ്രായമുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ നിർബന്ധമായിട്ടും ഇന്നത് ചെയ്യാൻ പാടുള്ളൂ, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് അങ്ങനെ നിർബന്ധമായിട്ട് ചെയ്യിപ്പിച്ചിരുന്നു. ഇന്നത്തെ കാലത്ത് മുത്തശ്ശിമാരൊക്കെ വളരെ കുറവാണ്. ഇത് കുഞ്ഞു കുഞ്ഞു വീടുകളായത് അണുകുടുംബങ്ങളൊക്കെ ആയിട്ട് മാറിയതിന് ശേഷം പ്രായമായവരൊന്നും വീട്ടിൽ ഇല്ലാതായിരിക്കണം. അപ്പം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പം പലരും അറിയാത്തത് കൊണ്ടും ഇതൊക്കെ ചെയ്തു പോരുന്നുണ്ട്. അപ്പം അങ്ങനെ അത് മനസ്സിലാക്കി തരേണ്ടത് അല്ലെങ്കിൽ അത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് കേട്ടോ സന്ധ്യാസമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലത്തെ ഭഗവാന്റെ അലങ്കാരം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അലങ്കാരമായിരുന്നു കേട്ടോ. അതായത് ഭഗവാൻ ഇങ്ങനെ ഇരുന്നിട്ട് വെണ്ണക്കുടത്തിൽ നിന്ന് വെണ്ണ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ തൊട്ടടുത്ത് കുരൂരമ്മ വന്നിട്ട് കരിക്കലം കൊണ്ട് ഭഗവാനെ മൂടാനായിട്ട് നിൽക്കുന്ന ആ ഒരു ഭാവത്തിലായിരുന്നു അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല കൗതുകം തോന്നുന്ന, നമുക്ക് സന്തോഷം തോന്നുന്ന ഒരു അലങ്കാരം തന്നെയാണ്. കാരണം അത്രയും കുറുമ്പനാണ്. ഈ ഒരു അലങ്കാരത്തിന് ആസ്പദമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭത്തിന് ആസ്പദമാക്കിയിട്ടുള്ള കഥ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. മുൻപൊരിക്കൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് കുരൂരമ്മയുടെ ഇല്ലത്തിലേക്ക് വിലമംഗലം പൂജ ചെയ്യാനായിട്ട് വരികയാണ്. കുരൂരമ്മയെ സഹായിക്കാനായിട്ട് ഭഗവാനാണ് കേട്ടോ, ഉണ്ണിയായിട്ടുള്ള ഭഗവാനാണ് ഓടി നടന്നിട്ട് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. അപ്പോൾ പൂജയ്ക്കായിട്ട് നേദ്യങ്ങളൊക്കെ തയ്യാറാക്കണമല്ലോ. അപ്പോൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്, അടയുണ്ടാക്കുന്നുണ്ട്, ആവിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ ഉണ്ണിയല്ലേ, ഇതൊക്കെ കാണുമ്പോൾ ഒരു കൊതിയുണ്ട്. അപ്പോൾ ഉണ്ടാക്കി വെച്ചതെന്ന് എടുത്തിട്ട് കഴിക്കുന്നുണ്ട്. ഈ അടയൊക്കെ കുഴയ്ക്കുന്ന ആ മാവുണ്ടല്ലോ, മാവൊക്കെ എടുത്തിട്ട് കളിക്കാനായിട്ടും എടുക്കുന്നുണ്ട്. അതും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ചപ്പാത്തി അല്ലെങ്കിൽ ഇങ്ങനെ അരിപ്പൊടിയൊക്കെ ഇങ്ങനെ നനച്ച് വെക്കുമ്പോൾ അതിന്ന് കുറച്ച് ശുക്രനെടുക്കും, ശുക്രനെ കളിക്കാനായിട്ട്. അത് കണ്ടിട്ട് ഇപ്പോൾ കുഞ്ഞാവി മാധവും കൂടെ എടുക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇതൊക്കെ എടുത്ത് കളിക്കാനായിട്ട്. അപ്പോൾ ഭഗവാൻ തന്നെയാണേ അങ്ങനെ എടുത്തിട്ട് കളിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, അവിടെ എവിടെയൊക്കെ വെച്ച് തേക്കുന്നുണ്ട്. അപ്പോൾ വില്ലുമകലം വരുമ്പോഴേക്കും ഇതൊക്കെ തയ്യാറാകണ്ടേ. ഉണ്ണിയാണെങ്കിൽ കുറുമ്പ് കൂടിയിട്ട് സമ്മതിക്കണില്ല. അപ്പം അദ്ദേഹം വരുന്നത് വരെ എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങിയിരിക്കട്ടെ എന്നുള്ള ചിന്തയിലെ ഭഗവാനെ മൂടി വെക്കാനായിട്ടാണ് കുരൂരമ്മ നോക്കുന്നത്. ഭഗവാനാണെങ്കിൽ നല്ല അനുസരണയോടെ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അമ്മയാണല്ലോ, അമ്മയെ പോലെ തന്നെയാണ് കുരൂരമ്മയെ ഭഗവാൻ കാണുന്നതും. അപ്പോൾ പ്രത്യേകിച്ച് അമ്മമാർക്കൊക്കെ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുള്ള ഒരു അലങ്കാരം കൂടിയായിരുന്നു ഇന്നലത്തെ കേട്ടോ. അപ്പോൾ കുറുമ്പനായിട്ടുള്ള ആ ഉണ്ണിയുടെ മുഖഭാവമൊക്കെ എല്ലാവരും നന്നായി ഒന്ന് മനസ്സിൽ കണ്ടുകൊള്ളൂ. കുരൂരമ്മ വാത്സല്യത്തോട് കൂടിയിട്ട്, ദേഷ്യം കൊണ്ടൊന്നും അല്ല കേട്ടോ, വാത്സല്യത്തോടെയാണ് ഭഗവാനെ ആ കലം കൊണ്ട് മൂടി വെക്കാനായിട്ട് പോകുന്നത്. ആ കലത്തിന് ചുവട്ടിലെ അനുസരണയോടെയാണ് നമ്മുടെ ഭഗവാൻ ഇരിക്കാനായിട്ടും പോകുന്നത്. അപ്പം അത്രയും നല്ല രസമുള്ള ഒരു അലങ്കാരമായിരുന്നു. എല്ലാവരും ആ ഒരു രംഗം, ആ ഒരു സന്ദർഭം മനസ്സിൽ കണ്ടുകൊണ്ട് കുരൂരമ്മയെയും ഒപ്പം ഭഗവാനെയും നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ പ്രധാന ഭാഗത്തേക്ക് കിടക്കാട്ടോ. അതായത് സന്ധ്യയായി കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത, സന്ധ്യാസമയത്തും അത് കഴിഞ്ഞാലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സന്ധ്യ എന്ന് പറയുമ്പോൾ തന്നെ വൈകുന്നേരത്തെ സന്ധ്യയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സൂര്യൻ അസ്തമിച്ചിട്ട്, അതായത് പകൽ മാറിയിട്ട് രാത്രിയാകുന്ന സമയത്തിനെയാണ് സന്ധ്യ എന്ന് നമ്മൾ പറയണത്. അപ്പോൾ ഈ സമയത്ത് സാധാരണ എല്ലാവരും എന്താ ചെയ്യുക, വിളക്ക് കൊളുത്തിയിട്ട് നാമം ജപിക്കും. അതുതന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ അസ്തമയം എന്ന് പറയണത് പല ദിവസങ്ങളിലും മാറിയിട്ട് വരാം. ഇപ്പോൾ ഒരു 6:30-ക്കാണ് അസ്തമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6:30-ക്ക് അസ്തമയം. അപ്പോൾ 6 മണിക്കും 7 മണിക്കും ഇടയിലുള്ള ആ ഒരു സമയമുണ്ടല്ലോ, നന്നായിട്ട് ഭഗവാനെ വിളിച്ചുകൊണ്ട് ഇരിക്കുക.
അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പോൾ വേറൊരു കാര്യം ഈ സമയത്ത് ചെയ്യാനായിട്ടും പാടില്ല, നാമം ജപിക്കുക, അങ്ങനെ ഇരിക്കാനാണ് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ 6:30-ക്കാണ് നമ്മുടെ അസ്തമയം വരുന്നതെങ്കിൽ 6 മണിക്ക് വിളക്ക് കൊളുത്തണം. അതായത് പകല് മാറിയിട്ട് ഇത് സൂര്യൻ അസ്തമിച്ച് ഇരുട്ടിലേക്കാകുകയാണ് ചെയ്യണത്. അപ്പോൾ ഇനി ഇരുട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ ഇരുട്ട് തുടങ്ങുന്നതിന് മുൻപായിട്ട് നമ്മൾ വെളിച്ചം കാണിക്കണം. അപ്പോൾ നമുക്ക് നമ്മളെ ഇരുട്ട് ബാധിക്കില്ല എന്നാണ് പറയുക. അപ്പോൾ എന്ത് ചെയ്യണം, അസ്തമയത്തിൻ്റെ അരമണിക്കൂർ മുൻപായിട്ട് വിളക്ക് കൊളുത്തുക. അപ്പോൾ എന്ത് ചെയ്യണം, അതിനും അരമണിക്കൂർ മുൻപായിട്ട് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്കും തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇരിക്കണം, അങ്ങനെയാണ് പറയുക. അപ്പോൾ ഇത് പറയുമ്പോഴേ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പോഴാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ 6 മണിക്ക് വിളക്ക് കൊളുത്തണമെങ്കിൽ ഒരു 5:30-ക്ക് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് റെഡി ആയിട്ട് ഇരിക്കണം. അപ്പോൾ അതിന് നേരത്തെ ജോലി കഴിഞ്ഞ് വരണം. അതൊന്നും ആർക്കും അങ്ങനെ സാധിക്കില്ലല്ലോ. അപ്പോൾ സാധിക്കാത്ത കാര്യങ്ങളും കൂടെ ഇതിൽ പറയുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്, നമ്മുടെ അറിവിലേക്കായിട്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ. സാധിക്കുന്നവരൊക്കെ അപ്രകാരം ചെയ്യാം, അത്രയേ പറയാനായിട്ടുള്ളൂ. കാരണം ഭൂരിഭാഗവും അതൊക്കെ കൃത്യസമയത്തിന് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തവരൊക്കെ ആയിരിക്കും. എന്നാലും ഒരുവിധം എല്ലാവരും വിളക്ക് കൊളുത്തിയിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, സാധാരണ ഒരു വീട്ടിലെ അധികം ജോലിക്കൊന്നും പോകാത്തവരാണ്, ജോലിക്ക് പോകാത്തവർ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ രാവിലത്തെ കാര്യങ്ങൾ ഉച്ചത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു വിശ്രമമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു 4 മണി 4:30 ആകുമ്പോൾ ഒരു ചായ കൂടി അല്ലെങ്കിൽ ഒരു കാപ്പി കൂടി അത് പതിവുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പണ്ടത്തെ കാര്യമൊക്കെയാണ് കേട്ടോ കൂടുതൽ. അതായത് പണ്ടുള്ളവർക്ക്, പ്രായമായവർക്കൊക്കെയാണ് ഇത് കൂടുതൽ കണക്റ്റ് ആക്കാനായിട്ട് സാധിക്കുക. അതായത് കൂടുതലും എന്നാണ് ഞാൻ പറയണത്, എല്ലാവർക്കും അല്ല കേട്ടോ. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞാൽ ചൂലെടുക്കും, മുറ്റം അടിക്കും. മുറ്റമൊക്കെ ഉണ്ടായിരുന്നു അന്ന് ധാരാളമായിട്ട്, കൂടുതലും മുറ്റങ്ങൾ, ഇത് ചുറ്റുവട്ടത്തും ഇങ്ങനെ മുറ്റങ്ങൾ ഉണ്ടായിരിക്കും. അവിടെയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കും. പിന്നെ അത് തീയിടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടിച്ചു കൂട്ടിയിട്ട് തീയിടും. എല്ലാ ദിവസവും ഒന്നും ചെയ്യുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും അതൊക്കെ അടിച്ചു കൂട്ടിയിട്ട് തീയിടുക. പിന്നെ അകമാണെങ്കിലും അടിച്ചു വാരുക, തുടയ്ക്കുക. പിന്നെ ഒന്ന് മേല് കഴുകും. പിന്നെ വിളക്ക് വെക്കേണ്ട കാര്യങ്ങൾ, വിളക്കൊക്കെ തുടച്ച് തിരിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആയിട്ട് ഒരുങ്ങിയിരിക്കും. ഒരു 6 മണിയാകുമ്പോൾ അസ്തമയത്തിന് കുറച്ച് മുൻപായിട്ട് വിളക്ക് കൊളുത്തും. പിന്നെ നാമം ജപിക്കും. ഇതാണ് സാധാരണ ആളുകൾ ഈ സമയത്ത് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് നാമം ജപിക്കണം എന്നാണ് പറയുക. പക്ഷേ ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം തന്നെ ചിലർ ചെയ്യാറുണ്ട്. അതായത് അടിച്ചു വാരുക. വിളക്ക് കൊളുത്തി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ശേഷമൊക്കെ അടിച്ചു വരുന്നവരുണ്ട്, തുടയ്ക്കുന്നവരുണ്ട്, തുണി കഴുകിയിടുന്നവരുണ്ട്. ഭക്ഷണമൊന്നും സന്ധ്യാസമയത്ത് കഴിക്കരുത് എന്നാണ് പറയാറുള്ളത്. ഇതൊക്കെ ചെയ്യുന്നവരുണ്ട്. നഖം വെട്ടുക, മുടി മുറിക്കുക, ഇതൊന്നും ചെയ്യരുതെന്നാണ് പറയുക. പുരുഷന്മാർ ക്ഷൗരം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നഖം വെട്ടുക, മുടി മുറിക്കുക, അതൊന്നും ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അരുത് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം പോകും. മുടി മുറിക്കേണ്ട കാര്യം നമ്മൾ മുൻപേ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഐശ്വര്യം പോകും. പിന്നെ ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണ് ഈ സന്ധ്യാസമയം. വിളക്ക് കൊളുത്തി വെച്ച് നാമം ജപിക്കുന്ന വീട്ടിലേക്കാണ് കയറി വരിക. നമ്മൾ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ചെയ്യാതെ വേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ടിരിക്കുമ്പോൾ ലക്ഷ്മി ദേവി കയറുമോ? ലക്ഷ്മി ദേവിയുടെ പുറകിൽ വരുന്ന ചേട്ടാ ഭഗവതി ആളാണ് കയറിയിരിക്കുക. ലക്ഷ്മി ദേവി കയറണില്ലേന്ന് നോക്കും. ആൾ കയറിയില്ലെങ്കിൽ ചേട്ടാ ഭഗവതി അങ്ങടാ കയറിയിരിക്കും. അപ്പോൾ പിന്നെ ഐശ്വര്യം എന്നൊന്നല്ലല്ലോ നമ്മൾ പറയുക, നമുക്ക് ബുദ്ധിമുട്ടുകളല്ലേ വരിക. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ സന്ധ്യാസമയത്ത്, സന്ധ്യയ്ക്ക് ശേഷം രാത്രിയിലും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ സന്ധ്യാസമയത്ത് കിടന്നുറങ്ങാനായിട്ട് പാടില്ല. അങ്ങനെ ഉണ്ടാവും, യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണമായിട്ട് വരുന്നവരുണ്ടായിരിക്കും. പക്ഷെ ആ ഒരു സമയം ഒഴിവാക്കണം എന്നാണ് പറയുക. ആ സമയത്ത് നാമം ജപിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ നമ്മൾ കുളിച്ചിട്ടൊന്നും ഉണ്ടായിരിക്കില്ല, ക്ഷീണമായിട്ട് വന്നിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ കേട്ടോ, അപ്പോഴും നാരായണ നാമം ജപിക്കാലോ. അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കാനായിട്ടാണ് പറയാറുള്ളത്. പിന്നെ പണം കടം കൊടുക്കാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ ഉപ്പ്, കടുക്, അതിപ്പോൾ സന്ധ്യാസമയത്ത് നല്ല കേട്ടോ, ഒരു സമയത്തും കടം കൊടുക്കാനായിട്ട് പാടില്ല എന്നാണ് പറയുക. പ്രത്യേകിച്ച് സന്ധ്യാസമയത്ത്. അതുപോലെ തുളസി പറിക്കാനായിട്ട് പാടില്ല. കാരണം ഇവരൊക്കെ നാമം ചൊല്ലിയിട്ടിരിക്കുന്നവരാണ്, പ്രത്യേകിച്ച് തുളസി ദേവിയൊക്കെ. അപ്പം നമ്മൾ പോയിട്ട് ഉപദ്രവിക്കാനായിട്ട് പാടില്ലല്ലോ. പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് തീരെ ഒഴിവാക്കേണ്ട കാര്യമാണ്. ആ സമയത്ത് ഭക്ഷണം കഴിക്കരുത് എന്നുള്ളത്. സാധാരണ ഇപ്പോൾ രാവിലത്തെ ഉച്ചത്തെയൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വിശക്കുന്നവരാണെങ്കിൽ ഒരു 4:30-ക്ക് മുൻപ് കഴിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ വിളക്ക് കൊളുത്തി കഴിയുന്നത് വരെ, നാമം ചൊല്ലി കഴിയുന്നത് വരെ കഴിക്കാൻ പാടില്ല. ഇപ്പോൾ രാത്രി ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നവരാണെങ്കിൽ വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞതിന് ശേഷം ഒരു 7 മണി 7:30 കൂടിയിട്ട് ഭക്ഷണം പാചകം ചെയ്യുക. 8 മണി 8:30 കൂടിയിട്ട് അത് കഴിക്കുക. 9 മണിക്കുള്ളിൽ ഉറങ്ങുക.
8:30 ഉറങ്ങാൻ കിടക്കണം, അല്ലെങ്കിൽ 9 മണിക്കുള്ളിൽ ഉറങ്ങുക. ഇത് പണ്ടുള്ളവർ ചെയ്തിരുന്ന രീതികളാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അവർക്ക് നേരത്തെ തന്നെ എണീക്കാനായിട്ടും സാധിച്ചിരുന്നു. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇതെല്ലാം ഒരു ചിട്ടയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടും കൂടെ സാധിച്ചിരുന്നു. ഇന്നിപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ ആരും ഉറങ്ങില്ല, ഉറങ്ങാതെ വെറുതെ കാത്തിരിക്കും. ഒരു രാവിലെ ആകുമ്പോൾ എണീക്കാനായിട്ടും ബുദ്ധിമുട്ടും, രാവിലെ നേരത്തെ എന്നിട്ട് എണീക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. നേരത്തെ കിടന്നിട്ട് നേരത്തെ ഉണരാനായിട്ട് വേണം എല്ലാവരും ശ്രദ്ധിക്കാനായിട്ട്. അപ്പോൾ തന്നെ നമ്മൾ ഒരുവിധം കാര്യങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും എല്ലാം മാറിക്കിട്ടും. പിന്നെ രാവിലെ നേരത്തെ എണീറ്റ് വന്നിട്ട് കുളിച്ചിട്ട് വേണം അടുക്കളയിലേക്ക് കയറാൻ എന്ന് പറയാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാലേ അഗ്നിദേവൻ ശുദ്ധിയുള്ള ആളാണ്. അപ്പോൾ ആ ശുദ്ധം മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുളിച്ചിട്ട് അടുക്കളയിലേക്ക് കയറണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സന്ധ്യാസമയത്ത്, അതായത് വിളക്ക് കൊളുത്തുന്ന സമയത്ത് നമ്മൾ കുളിക്കാനായിട്ട്, നനയ്ക്കാനായിട്ട്, അതായത് അലക്കാനായിട്ട് പാടില്ല. ഈ നഖം വെട്ടാനായിട്ട്, മുടി വെട്ടാനായിട്ടൊന്നും പാടില്ല എന്ന് പറയുന്നതിൻ്റെ പ്രത്യേക കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിലെ എല്ലാ ദേവീദേവന്മാരും എല്ലാ ഭാഗത്തും ഓരോരോ ഭാഗങ്ങളിലായിട്ട് ഉണ്ട് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ നഖം വെട്ടുമ്പോൾ അല്ലെങ്കിൽ മുടി മുറിക്കുമ്പോൾ ഇവർക്ക് ഉപദ്രവം ഉണ്ടാകുക. കാരണം സന്ധ്യാസമയത്ത് ഇവരെല്ലാവരും ഭഗവാനെ സേവിച്ചുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരെന്നെ ഉപദ്രവിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്താ ഇവരിങ്ങനെ ഉപദ്രവിക്കണം എന്നുള്ള ഒരു ചിന്ത വരുമല്ലോ. അപ്പോൾ അത് നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കും. പിന്നെ ഇവരെ എല്ലാം നമ്മൾ ദൈവങ്ങളായിട്ടാണ് കാണുക. അതായത് വായു, അഗ്നി, ജലം, ഭൂമി ദേവി എല്ലാം ദൈവങ്ങൾ തന്നെയാണ്. നമുക്ക് വേറെ ദൈവങ്ങളെയൊന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാനായിട്ട് സാധിക്കില്ലല്ലോ. സൂര്യൻ, ചന്ദ്രൻ, അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ ദൈവങ്ങൾ. അപ്പോൾ ഇവരെ നമ്മൾ ആദരിക്കുക അല്ലെങ്കിൽ ആരാധിക്കുക തന്നെ വേണം. കാരണം നമുക്ക് 3 കടങ്ങളുണ്ടേ. അതിലൊന്നാണ് ഈ ദൈവകടം എന്ന് പറയുന്നത്. ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ തീരുള്ളൂ. അതുകൊണ്ടാണ് സൂര്യനെ നമ്മൾ പ്രാർത്ഥിക്കണം. രാവിലെ എണീറ്റ് വരുമ്പോൾ സൂര്യനെ പ്രാർത്ഥിച്ചിട്ട് ഭൂമിയിൽ തൊട്ട് നെറുകിൽ വെച്ചിട്ട് വേണം എന്നൊക്കെ പണ്ടുള്ളവർ പറയാറുണ്ട്. ഇപ്പം എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനാനെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അല്ലേ. അപ്പോൾ സൂര്യനെ നമ്മൾ പ്രാർത്ഥിക്കണം. സൂര്യനാണ് നമ്മുടെ പ്രത്യക്ഷ ദൈവം. ചന്ദ്രനെയും കണ്ടു തൊഴു കുട്ടികളെ എന്ന് പറയാറുണ്ട് അല്ലേ. മുതിർന്നവരൊക്കെ പറയാറുണ്ട് ചന്ദ്രനെ നോക്കൂ തൊഴു എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ചന്ദ്രനെ നമ്മൾ തൊഴണം. അതേപോലെ തന്നെ ഈ സന്ധ്യാസമയത്ത് ഈ വായു, ജലം, അങ്ങനെയുള്ള എല്ലാവരും, ഭൂമി എല്ലാവരും ഭഗവാനെ സ്മരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ കുളിക്കാനായിട്ട് പോകുകയാണ്. അപ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും ഭൂമിദേവിയാണ്, ഭൂമിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഭൂമിദേവിക്ക് ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ പാചകം ചെയ്യാനായിട്ട് പോകുമ്പോൾ അഗ്നിദേവനെയാണ് നമ്മൾ അനാദരവ് കൊടുക്കുന്നത്. പിന്നെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കുന്ന സമയത്ത് വായുമലിനീകരണമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് വായുദേവനും ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതെല്ലാം ഇത്തരത്തിലുള്ള ഓരോരോ ദൈവങ്ങൾക്ക്, ഈശ്വരന്മാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു അസമയത്ത് ചെയ്യരുത് എന്ന് പറയാറുള്ളത്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസമയം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സന്ധ്യാസമയത്തുള്ള കാര്യമാണ് കേട്ടോ. അത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ട്, അതായത് അസ്തമിക്കുന്ന, സൂര്യൻ ഇല്ലാതാകുന്ന ഒരു സമയമാണ്. ഇരുട്ടിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാവിലെയുള്ള ഒരു കാലാവസ്ഥ ഒന്നും ആയിരിക്കില്ല വൈകിട്ടായി കഴിഞ്ഞാൽ. ആ സമയത്താണ് വേറെ കുറേ ശക്തികളൊക്കെ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന ഒരു സമയം. ഈ വരുത്തുപോക്കിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലാണ്. അപ്പോൾ നമ്മളോട് എല്ലാവരോടും അകത്ത് കയറിയിരിക്കാനായിട്ടാണ് പറയണത്. അങ്ങനെയും ഒരു കാരണം കൂടിയുണ്ട്. പിന്നെ ഇരുട്ടാവുമ്പോൾ ഉള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടത്തെ കാര്യമൊന്നും എടുത്ത് നോക്കുക. അതായത് പണ്ട് ഈ ലൈറ്റൊന്നും വൈദ്യുതി ഒന്നും വീടുകളിൽ ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയെന്ന് വിചാരിക്കുക. സന്ധ്യ കഴിഞ്ഞിട്ട് ഇരുട്ട് പരക്കുന്ന ഒരു സമയത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പഠിച്ചു വരാനായിട്ടാണ് പോയത്. എന്തെങ്കിലും കാര്യത്തിനായിട്ട് ഇറങ്ങുകയാണെങ്കിൽ വല്ല പാമ്പോ എന്തെങ്കിലുമൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. അതിനെയൊക്കെ അറിയാതെ ചവിട്ടി കഴിഞ്ഞാൽ അത് തിരിച്ച് കടിക്കും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി. അപ്പോൾ കുട്ടികളുടെ അടുത്ത്, അത് ചെറിയ കുട്ടികളുള്ളവരെ പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറയാറുണ്ട്. ഗർഭിണികളൊന്നും പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കാരണം ഇതാണ്. പിന്നെ ഇത് മാത്രമല്ല, ഈ വെളിച്ചമില്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അകത്തിരുന്നിട്ടും ഇപ്പോൾ അടിച്ചു വാരിയാണ്. പുറത്ത് മാത്രമല്ല കേട്ടോ, അകത്തും അടിച്ചു വാരിയാണ്. നമ്മൾ അടിച്ചു വാരിയിട്ട് പുറത്തേക്ക് കളഞ്ഞു എന്ന് വിചാരിക്കാം. അങ്ങനെ കളയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വിലപ്പെട്ട ആഭരണങ്ങളും ഇതൊക്കെ ചിലപ്പോൾ അവിടെ വീണ് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇരുട്ടായതുകൊണ്ട് നമുക്കത് കാണാനും പറ്റില്ല. ഇത് അടിച്ചു കൂട്ടി കളഞ്ഞാൽ നമുക്കത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാരണം കൂടിയുണ്ട്. ഇനി ഇത് കൂടാതെ ഇപ്പോൾ നഖം വെട്ടുന്ന കേസ് എടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ നഖം വെട്ടുമ്പോൾ ഇന്നത്തെ പോലത്തെ നഖം വെട്ടിയ നെയിൽ കട്ടറൊന്നും ഇല്ലാത്ത കാലമാണ്. അപ്പോൾ ഈ പിശാങ്കത്തി എന്നൊക്കെ പറയില്ലേ, ചെറിയ മൂർച്ചയുള്ള കത്തികൾ, ഇതൊക്കെ വെച്ചിട്ടാണ് ഈ നഖമൊക്കെ മുറിക്കുക. ഞാനൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ പഴയ മുത്തശ്ശിമാർ. അപ്പോൾ അവരോട് നിർബന്ധിച്ച് പറഞ്ഞാലും അവരത് വെച്ചിട്ട് തന്നെ ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ ഒന്നുകൂടെ നിർബന്ധിച്ച് നഖം വെട്ടി വെച്ചിട്ട് നഖം വെട്ടി കൊടുക്കണം, എങ്കിലേ സമ്മതിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ മുറിക്കുമ്പോൾ ഇത് കണ്ണ് കാണാതെ, നമുക്ക് കാഴ്ചശക്തി കുറഞ്ഞ, ഇത് ഇരുട്ടുള്ള സമയമാണ്, വെളിച്ചം കുറഞ്ഞ സമയമാണ്.
അപ്പോൾ കൈയൊക്കെ മുറിയാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടും കൂടെയൊക്കെയാണ് ഈ രാത്രിയിൽ, അതായത് ഇരുട്ടായി കഴിഞ്ഞാൽ, സന്ധ്യമായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയാറുള്ളത്. പിന്നെ മറ്റൊരു ശാസ്ത്രീയമായിട്ടുള്ള വശം പറയണത്, ഇപ്പോൾ പകൽ സൂര്യനുണ്ട്, രാത്രി സൂര്യനില്ല. സൂര്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഊർജം, ആ പ്രകാശ ഊർജം നമുക്കൊരു സംരക്ഷണമായിട്ടാണ് വരണത്. കാരണം അന്തരീക്ഷത്തിലെ ധാരാളം ബാക്ടീരിയാസ്, സൂക്ഷ്മജീവികൾ, അതായത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരുപാട് ജീവികളുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ദോഷം വരുത്തുന്നവരുണ്ട്. അപ്പോൾ ഇവരേനെയൊക്കെ സൂര്യൻ്റെ ആ ഒരു ചൂട് കൊണ്ട് ഇല്ലാതാക്കുകയാണ് ചെയ്യണത്. ആ സമയത്ത് അവരിങ്ങനെ അടങ്ങി ഒതുങ്ങിയിരുന്നോളും, നമുക്ക് ഒരു ഉപദ്രവത്തിനും വരില്ല. പക്ഷെ സൂര്യന് ഇല്ലാതാകുന്ന ആ ഒരു സമയത്ത്, അതായത് ഇരുട്ടാകുന്ന സമയത്ത് പിന്നെ ഇവരുടെ സാമ്രാജ്യമാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് കൂടുതൽ അസുഖങ്ങളൊക്കെ വരാനായിട്ടുള്ള, അല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ കൂടാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു സമയം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പനി ഉണ്ടെങ്കിൽ, ഒരു പല്ലുവേദന ഉണ്ടെങ്കിൽ, ഒരു തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ രാത്രി ആകുമ്പോഴാണ് ഇതൊക്കെ കൂടുക. നമ്മൾ പലരും പറയാറുണ്ടല്ലേ, രാത്രി ആകുമ്പോൾ ഭയങ്കര കൂടുതലാണ്, അസുഖം കൂടുതലാണെന്നൊക്കെ പറയും. അപ്പം അതിൻ്റെ ഒരു കാരണം ഇതാണ്. കാരണം അസുഖങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ സൂര്യൻ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അതായത് നമ്മൾ തുണികളൊക്കെ, അതായത് സൂര്യപ്രകാശത്ത് കൊണ്ടുപോയിട്ട് ഉണക്കണം എന്നല്ലേ പറയാം. അതിലെന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ, കുട്ടികളുടെയൊക്കെ കുഞ്ഞു ഉടുപ്പുകളൊക്കെ, അപ്പോൾ അത് സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സംരക്ഷണമാണ് ഇല്ലാതാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ടും കൂടിയിട്ടാണ് കുട്ടികളുടെ അടുത്ത്, ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർ ആ സമയത്ത് പുറത്തിറങ്ങാൻ പാടില്ല, ഗർഭിണികൾ പുറത്തിറങ്ങാൻ പാടില്ല, അവർക്കൊക്കെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ പറയുന്ന ഒരു കാര്യം, അടിച്ചു വരുന്ന സമയം, പകല് അടിച്ചു വാരുകയാണ്, വൈകിട്ട് സന്ധ്യ വൈകിയതിന് ശേഷം അടിച്ചു വാരുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അടിച്ചു വരുമ്പോൾ, നമ്മുടെ അകം അടിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും പൊടി പറക്കും, പൊടി പടലങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും അത് മൂക്കിലൂടെ നമ്മുടെ ലങ്സിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ അപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ടും കിട്ടും. ഒരു തുമ്മലുണ്ടാകും പകൽ അടിച്ചു വരുന്ന സമയത്ത്. നേരെ മറിച്ച് രാത്രിയാണെങ്കിൽ ഒരു തുമ്മലിന് പകരം 2-3 തുമ്മലുകൾ തുമ്മേണ്ടതായിട്ട് വരും. ഇതന്നെയാണ് കാരണം അവിടെ അണുക്കളുണ്ടാവും, ആ പൊടി പടലങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ സൂര്യനുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു തടയാണ് നമുക്ക് ഉണ്ടാകണത്. അപ്പം അതുകൊണ്ടും കൂടിയിട്ടാണ് ആ സൂര്യൻ്റെ ആ ഒരു ശക്തി, ആ ഒരു പ്രഭാവം ഉണ്ടല്ലോ, അത് പകൽ സമയങ്ങളിൽ ഉണ്ടായിരിക്കും, രാത്രി അത് ഉണ്ടായിരിക്കില്ല. അപ്പം അതുകൊണ്ടും കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. സന്ധ്യയ്ക്ക് ശേഷം, സന്ധ്യാസമയത്തും പാടില്ല, സന്ധ്യയ്ക്ക് ശേഷം ഈ അടിച്ചു വാരാനും തുടയ്ക്കാനും ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക. അപ്പോൾ അടിച്ചു വാരും തുടയ്ക്കുകയൊക്കെ ചെയ്യേണ്ടവർ രാവിലെ നേരത്തെ എണീറ്റ് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. നേരത്തെ, വളരെ നേരത്തെ എണീറ്റിട്ട് മുറ്റമൊക്കെ അടിക്കണം. മുറ്റമുള്ളവർ കേട്ടോ, മുറ്റമുള്ളവരൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപായിട്ട്, അതായത് ആ പുലർച്ചെ സമയമുണ്ടല്ലോ, ആ സമയത്ത് തന്നെ മുറ്റമടിക്കണം എന്നാണ് പറയുക. കാരണം നമ്മൾ ആരെങ്കിലും എണീറ്റ് വരുന്ന സമയത്ത് ഈ ചൂലും പിടിച്ച് നിൽക്കുന്നത് കണി കാണാനായിട്ട് പാടില്ല. അപ്പോൾ ആ സമയത്ത് അടിച്ചു വാരിയിട്ട് തുടച്ചിട്ട് കുളിച്ചിട്ട് പിന്നെ വിളക്ക് വെക്കാം. അപ്പോൾ അതിങ്ങനെ ഒരു കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഒന്ന് ഓർഡർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എന്നിരുന്നാലും നമ്മളത് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണല്ലോ. ഇപ്പോൾ ഈ മുന്നേ പറഞ്ഞതുപോലെ തന്നെ പഴയ ആളുകൾക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ടുള്ള അറിവൊക്കെ ഉള്ളത്. ഇന്ന് അവരുടെ എണ്ണമൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ ഒരു വീട്ടിലെ ഒരു മുത്തശ്ശി ഉണ്ടെങ്കിൽ എത്ര വീട്ടിലുണ്ടായിരിക്കും ഒരു മുത്തശ്ശി? ഒന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉള്ളവരുടെ വീടുകൾ വളരെ കുറവാണ്. അപ്പോൾ അത് പറഞ്ഞു തരാനായിട്ട് അടുത്തത് ഈ കുഞ്ഞുങ്ങളുടെ, ഈ കുട്ടികളുണ്ടല്ലോ, അവരുടെ തലമുറയിലേക്ക് ആർക്കും ഇത് അറിയില്ല. അപ്പോൾ അത് പറഞ്ഞു തരാനായിട്ട് വീട്ടിലെ ആളുകളില്ലെങ്കിൽ പിന്നെ നമുക്കറിയാനായിട്ടുള്ള ആ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വീഡിയോസിലൂടെയൊക്കെ കാണുക, കേൾക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണല്ലോ. അപ്പോൾ അറിയാത്തവർക്ക് അത് അറിയാനുള്ള ഒരു അവസരം കൂടിയാണ്. എത്രത്തോളം അത് നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യമാക്കാനായിട്ട് സാധിക്കും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. പറ്റുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെയൊക്കെ സ്ഥിരമായി ഇതൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കും, അറിവുള്ളവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ നമ്മുടെ വീഡിയോസ് എന്തായാലും കാണുമല്ലോ. അപ്പോൾ അവർക്ക് അത് കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യാം. അറിയില്ലാത്തവർക്ക് അതൊക്കെ മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. എന്തായാലും എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ സാധിക്കുന്നവരൊക്കെ ചെയ്യുക എന്ന് മാത്രമേ പറയാനായിട്ട് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഒന്നും കൂടി ഒന്ന് ക്രോഡീകരിച്ച് പറയാം കേട്ടോ. അതായത് അസ്തമയത്തിൻ്റെ അരമണിക്കൂർ മുൻപ് വിളക്ക് കൊളുത്തണം. 6:30ക്കാണ് അസ്തമയെങ്കിൽ 6 മണിക്ക് വിളക്ക് കൊളുത്തുക. 6 മണി മുതൽ 7 മണി വരെയുള്ള സമയത്ത് നാമം ജപിക്കാം. നമ്മളാണെങ്കിലും കുട്ടികളെ കൊണ്ടാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാം. പിന്നെ ഈ സമയത്ത് കിടന്നുറങ്ങാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല. അപ്പോൾ ഈ രാത്രി, അതായത് ഈ സമയത്തിനോടനുബന്ധിച്ചുള്ള തൊട്ട സമയങ്ങളിലായിട്ട് കുളിക്കാനായിട്ട്, അലക്കാനായിട്ടൊന്നും പാടില്ല, ഭക്ഷണം പാചകം ചെയ്യാൻ പാടില്ല. പകരം ഇവരെ എല്ലാവരെയും, ഈശ്വരന്മാരെ എല്ലാവരെയും നമ്മൾ നമസ്കരിക്കുകയാണ് വേണ്ടത്, അവരുടെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എല്ലാവരും പറ്റുന്ന പോലെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്തോളൂ കേട്ടോ. ഇതൊക്കെ പണ്ടുള്ളവരെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയണതെന്നുള്ളത് അറിയണം. ശാസ്ത്രീയമായിട്ടുള്ള വശം ഉണ്ടെങ്കിൽ മാത്രമേ ചിലരൊക്കെ വിശ്വസിക്കുള്ളൂ.
അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ ആരോഗ്യമല്ലേ ഞാൻ നോക്കിക്കോളാം, നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ കൂടിയിട്ട് അങ്ങനെ പലരും പറയും. അപ്പോൾ എന്ത് ചെയ്യും, ഐശ്വര്യം പോകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പേടിപ്പിക്കുകയാണെങ്കിൽ എന്തായി, എല്ലാവരും അത് അനുസരിക്കും. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നിർബന്ധമായിട്ടും പഴമക്കാർ പറയാറുള്ളത് കേട്ടോ. എന്താണെങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, പണ്ടുള്ളവർ ഒരു കാര്യവും വെറുതെ പറയാറില്ല, എല്ലാത്തിനും കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കും. നാമജപം കൂടെ ചേർത്ത് പറയാം. 2,3765. അപ്പോൾ ഏകാദശിയും കൂടിയാണ്. എല്ലാവരും നന്നായിട്ട് നാമജപിക്കുക. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇനി തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരവും പുതിയ പുതിയ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.